രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അറസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അറസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പ്രതിയെക്കുറിച്ച് പോലീസ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ അറസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശം ഉള്ളത്. അറസ്റ്റ് വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അല്പസമയത്തിനകം കോടതിയിലേക്ക് ഹാജരാക്കും. അതിനിടയിൽ അറസ്റ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരികയാണ്. പ്രതി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാഹുൽ സ്വാധീനം ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്തും, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അറസ്റ്റ് വേണം. അതോടൊപ്പം പ്രതി കേസുമായി സഹകരിക്കുന്നില്ല എന്ന് കൂടി പോലീസ് പറയുകയാണ്. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പ്രതിയുടെ കൈവശത്തിലും ഉപയോഗത്തിലും ഇരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇത് പ്രതിയുടെ കസ്റ്റോഡിയൽ ഇന്റഗ്രേഷൻ ആവശ്യമാണ് എന്ന് പോലീസ് പറയുന്നു. നിലവിൽ കേരള നിയമസഭയിലെ അംഗമായ പ്രതി അദ്ദേഹത്തിന്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ കസ്റ്റഡി ആവശ്യമാണ്. പ്രതി അതിജീവിതയെ ഈ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയുന്നു. പ്രതി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ അതിജീവിതയെ എന്ന് പറഞ്ഞാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതോടൊപ്പം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന കാര്യം പോലീസ് പറയുന്നു. നേരത്തെ തന്നെ നമ്മൾ രാവിലെ മുതൽ ഇത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പോലീസിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പോലീസിലെ ചോദ്യം ചെയ്യലുകളിൽ ഈ രീതിയിലായിരുന്നു. താൻ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് നടത്തിയത് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ പോലും ലോക്ക് തുറക്കാൻ പോലും അനുവദിക്കാതെ പോലീസുമായി അന്വേഷണവുമായി സഹകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ആ കാര്യം കൂടി ഇപ്പോൾ അറസ്റ്റ് റിപ്പോർട്ടിലും പരാമർശമുണ്ട്. VS അനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS അനു, എന്തായാലും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ പറയുന്നു പോലീസ്. അറസ്റ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പൊ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ രാഹുലിനെതിരെ അന്വേഷണ സംഘം ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയുടെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. രണ്ടാമതായി ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിജീവിതയെ പ്രതി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യവും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊന്ന്, പ്രതി സമാനമായ 2 കേസുകളിൽ പ്രതിയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകളും രേഖകളും അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ അറസ്റ്റ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്ന. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. സുജീഷ്, ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ നേരത്തെയുള്ള കേസിൽ ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയത് ആ കാര്യം കൂടി സൂചിപ്പിച്ചാണ് ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ 10 ദിവസത്തിലധികം ഒളിവിൽ പോകുന്ന ഒരു സ്വഭാവം ഈ പ്രതി കാണിച്ചിരുന്നു. അതുകൊണ്ട് ഈ കേസിലും സമാനമായി ഉണ്ടാകുന്നത് കൂടി സൂചിപ്പിച്ചാണ് ഈ ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്ന് പോലീസ് പറയുകയാണ്. ഈ പറയുന്ന ഹൊസൂറിൽ നിന്ന് അവിടെ നിന്ന് നേരെ ഈ കർണാടക, ബാംഗ്ലൂർ, അങ്ങനെ പലയിടങ്ങളിലേക്ക് രാഹുൽ പോവുകയാണ്. കാരണം അത്രമേൽ സ്വാധീനവും ഈ പറയുന്ന മറ്റ് ബന്ധങ്ങളും പ്രാദേശിക ബന്ധങ്ങളും അടക്കമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്രമല്ല കർണാടകയിലെ ചില ബിസിനസ് ഡീലിങ്സും രാഹുലിനുണ്ട് എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാഹുലിനെ ഒരു തരത്തിലും ഈ പറയുന്ന അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത്. കാരണം അറസ്റ്റ് ചെയ്യേണ്ട ഗ്രൗണ്ട് തന്നെ പറയുന്നത് ഇയാൾ സമാനമായ 2 കേസുകളിൽ പ്രതിയാണ്. ഇയാൾ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഇയാളുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി പോലും നൽകുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഏതായാലും അറസ്റ്റ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. സുജീഷ്.